നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മലയാള സിനിമയിൽ ക്വിൻ്റലടിയുള്ള ചില നടന്മാരെ പറ്റിയാണ്. ഈ ക്വിൻ്റലടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊറിയൻ സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ട്. കൊറിയൻ ഫൈറ്റ് സീനുകളിൽ ചില നടന്മാരിടിക്കുമ്പോൾ ഓരോ ഇടിയും നല്ല വെയിറ്റ് തോന്നിക്കുന്ന ഇടിയാണ്. നമ്മൾ ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ ഭൂരിഭാഗവും ഒരു കൊറിയൻ ആക്ഷൻ സിനിമ പോലെ കറക്റ്റ് ഒരു ക്വിൻ്റലടി ഒരുപക്ഷെ ആയിരിക്കണമെന്നില്ല. കാരണം എന്തെന്നാൽ ഒരു കൊറിയൻ ഫൈറ്റും നമ്മുടെ ഫൈറ്റും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കൊറിയൻ സിനിമയിൽ നോക്കിയാൽ ഡോൺലി അല്ലാതെ വലിയൊരു ബോഡി ഇല്ലാത്ത യങ് നടന്മാർ വരെ ഇടിക്കുന്ന ചില ഇടികൾ നല്ലൊരു ക്വിൻ്റൽ എഫക്റ്റ് ഫീൽ ചെയ്യും. ഇതെന്തുകൊണ്ടെന്നാൽ അത് സ്റ്റണ്ട് കോറിയോഗ്രഫിയുടെ കഴിവാണ്. കൊറിയൻ ആയാലും ഹോളിവുഡ് ആയാലും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഒരു സിനിമാറ്റിക് ടച്ചുള്ള എന്നാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റുകളാണ്. ഒരിക്കലും ഫുള്ളി റിയലിസ്റ്റിക് ആവാൻ പാടില്ല. അങ്ങനെയായാൽ അത് കാണുന്ന ഓഡിയൻസിന് അല്പം ഇറിറ്റേറ്റിംഗ് ആവും. അതുകൊണ്ട് എപ്പോഴും ഒരു സിനിമാറ്റിക് ടച്ചിന്റെ കാര്യം അവർ എപ്പോഴും ശ്രദ്ധിക്കും. ഇന്ത്യൻ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് മാസ് മസാല ഫൈറ്റുകളും ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഫൈറ്റുകൾ ചില ടൈമിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊടുക്കും. പക്ഷെ ഓവറായി കഴിഞ്ഞാൽ പിന്നെ അത് ബംഗാളികൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. നമ്മുടെ ഇന്ത്യയിലും വളരെ മികച്ചതായി സ്റ്റണ്ട് കൊറിയോഗ്രഫി ചെയ്യുന്ന ഒരുപാട് സ്റ്റണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട്. നിലവിൽ ഇന്ത്യൻ സിനിമയിൽ പ്രോപ്പ് ഫൈറ്റുകളല്ലാതെ അല്പം കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റുകൾ നിലവിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാള സിനിമ തന്നെ നോക്കിയാൽ മാർക്കോ, തുടരും, ഇതിലെല്ലാം തന്നെ പ്രോപ്പ് ടെക്നിക്കൽ അല്പം കുറവായിരുന്നു. ഇതുപോലെ വരാൻ പോകുന്ന രാമായണ സിനിമയിൽ ഹോളിവുഡിൽ നിന്നാണ് സ്റ്റണ്ട് ഡയറക്ടർ വരുന്നത്, അതും മാഡ് മാക്സ് സിനിമയുടെ സ്റ്റണ്ട് ഡയറക്ടർ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തേത് മാർക്കോ സിനിമയാണ്. മാർക്കോ സിനിമയിലെ ഫൈറ്റ് സീനുകൾ വളരെ മികച്ചതായിരുന്നു. അടുത്തത് ബിജു മേനോനാണ്. ചില സിനിമകളിൽ ബിജു മേനോന്റെ ഫൈറ്റ് സീനുകൾ അത്യാവശ്യം വെയിറ്റ് തോന്നിക്കുന്ന ചില ഫൈറ്റുകളാണ്. അടുത്തത് കലാഭവൻ മണിയാണ്. കലാഭവൻ മണിയുടെ ഫൈറ്റ് സീനുകൾ വെയിറ്റ് തോന്നിക്കുന്ന ഒരു കിൻഡലടി തന്നെയാണ്. പ്രത്യേകിച്ച് ബെൻ ജോൺസൺ എന്ന സിനിമയിൽ അടുത്തത് ജോജു ജോർജാണ്. ചില ടൈമിൽ ജോജു ജോർജിന്റെ ഫൈറ്റ് സീനുകളും ഒരു ക്വിൻ്റലടി തന്നെയാണ്. അടുത്തത് സുരേഷ് ഗോപിയാണ്. അവന്റെയൊക്കെ വിധി എഴുതുന്ന ചാക്കോച്ചി നേരിട്ടായിരിക്കും. ഒന്ന് പോടാ, നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കടയാടി മോനെ. ആണായി പറഞ്ഞവനാണെങ്കിൽ അടിക്കടാ. അവന്റെ ഒരു ഷൈനിങ്. ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ ഏത് ചന്തയിലും വാങ്ങാൻ കിട്ടും. നിന്നെയൊക്കെ പോലീസിൽ എടുത്തവന്മാരെ വേണം തന്തയ്ക്ക് വിളിക്കാൻ. അടുത്തത് ടർബോ എന്ന സിനിമയാണ്. സിനിമ ഒരു ആവറേജ് ആണെങ്കിലും സിനിമയിലെ ഫൈറ്റുകൾ അടുത്ത കാലത്ത് ഇറങ്ങിയ മമ്മൂക്ക സിനിമകളിലും മികച്ചൊരു ഫൈറ്റ് ആയിരുന്നു. ഈ ഒരു ഫൈറ്റിന് വേണ്ടി മമ്മൂക്ക നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റോറി കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ സിനിമ വളരെ മികച്ചതായിരുന്നു. ക്ലൈമാക്സ് ആവുമ്പോൾ ഈ ഒരു സിനിമയിൽ ഫൈറ്റ് അല്പം ഓവറായി വെച്ചിട്ടുണ്ട്. പുലിമുരുകിന് ശേഷം ഡയറക്ടർ വൈശാഖിന്റെ ഒട്ടുമിക്ക പടങ്ങളും ക്ലൈമാക്സ് ആവുമ്പോൾ പുലിമുരുകൻ പോലെ ആക്കാൻ നോക്കുന്നുണ്ട്. എന്തൊക്കെയായാലും സ്റ്റോറി ഒഴുകി ടർബോ സിനിമയിലെ ഫൈറ്റ് അല്ല അത്യാവശ്യം മികച്ചതായിരുന്നു.
അടുത്തത് ഒരു മലയാള നടനാണ്. തമിഴിലെ വിജയ് സേതുപതിയാണ്. വിജയ് സേതുപതിയുടെ ചില ഫൈറ്റ് സീനുകൾ ഒരു ക്വിൻ്റൽ എഫക്റ്റ് ഫീൽ ചെയ്യും. അടുത്തത് നമ്മുടെ ലാലേട്ടനാണ്. പണ്ട് മുതലേ ലാലേട്ടന്റെ ഫൈറ്റ് സീനുകൾ ഒരു ക്വിൻ്റൽ എഫക്റ്റ് ഫീൽ ചെയ്യും. മലയാള സിനിമയിൽ പുതിയതായി യങ് ഡയറക്ടേഴ്സിന് ചാൻസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫാൻ ബോയ് ഡയറക്ടർ വന്നാൽ ലാലേട്ടനടക്കം ഈ ലിസ്റ്റിൽ ആരെ വേണമെങ്കിലും യൂസ് ചെയ്തു കൊറിയൻ സിനിമ പോലെ മികച്ച ക്വിൻ്റൽ ഫൈറ്റുകൾ വെക്കാൻ കഴിയും. അടുത്തത് ആന്റണി വർഗീസ് പെപ്പയാണ്. ആന്റണി വർഗീസ് പെപ്പെ കൂടുതലായും ഫൈറ്റ് പടങ്ങളാണ് ചെയ്യുന്നത്. ഒട്ടുമിക്ക സിനിമയിലും ഒരു ക്വിൻ്റൽ എഫക്റ്റ് ഫീൽ ചെയ്യും.